പല ശാരീരിക അവസ്ഥകൾ കൊണ്ടും രോഗാവസ്ഥകൾ കൊണ്ടും നമ്മുടെ കിഡ്നി ഭാഗികമായോ പൂർണ്ണമായോ പ്രവർത്തനരഹിതമായേക്കാം. ഇങ്ങനെ പ്രവർത്തനരഹിതമായ കിഡ്നിക്ക് രക്തത്തിലെ ആവശ്യമില്ലാത്ത ദ്രാവകങ്ങളും ശരീരത്തിലെ വേസ്റ്റും പുറന്തള്ളാൻ സാധിക്കില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു കിഡ്നിയുടെ ധർമ്മം നിർവഹിക്കുന്നതിനായി ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ആധുനിക രീതിയാണ് ഡയാലിസിസ്. അതായത് മനുഷ്യ ശരീരത്തിനുള്ളിൽ നടക്കുന്ന കിഡ്നിയുടെ സ്വാഭാവിക പ്രവർത്തനത്തെ കുറച്ച് ഉപകരണങ്ങളും യന്ത്രങ്ങളും ഉപയോഗിച്ച് സുരക്ഷിതവും അണുവിമുക്തവുമായ മുറിയിൽ വെച്ച് അതീവ ശ്രദ്ധയോടെ നടത്തുന്ന പ്രക്രിയ. ഈ ഒരു പ്രക്രിയ ചികിത്സാ രംഗത്ത് അറിയപ്പെടുന്നത് റീനൽ റീപ്ലേസ്മെന്റ് തെറാപ്പി എന്നാണ്. എങ്ങനെയാണ് ഡയാലിസിസ് ചെയ്യുന്നതെന്നും അതിനുപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്തെന്നുമൊക്കെ അറിയുന്നതിന് മുൻപ് ഡയാലിസിസിന്റെ ചരിത്രം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഡയാലിസിസിന്റെ ചരിത്രം ചെന്നെത്തി നിൽക്കുന്നത് 1940-കളിലാണ്. 1943 ഡച്ച് ഫിസിഷ്യനായ വില്യം കോൾഫാണ് ആദ്യത്തെ ഡയലൈസർ നിർമ്മിക്കുന്നത്. അക്കാലത്ത് ഈ ഡയലൈസർ അറിയപ്പെട്ടിരുന്നത് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്നാണ്. അദ്ദേഹം നെതർലൻഡിലെ യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രോണിംഗൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന സമയമായിരുന്നു അത്. പ്രവർത്തനരഹിതമായ കിഡ്നി കാരണം തന്റെ മുന്നിലുള്ള ഒരു യുവാവ് മരണത്തിന് കീഴടങ്ങേണ്ടി വന്നത് കണ്ടപ്പോഴാണ് അദ്ദേഹത്തിന് ആർട്ടിഫിഷ്യൽ കിഡ്നി എന്ന ആശയം ഉദിച്ചത്. രക്തത്തെ ശുദ്ധീകരിക്കാൻ ഒരു യന്ത്രം എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത. രണ്ടാം ലോക മഹായുദ്ധ കാലത്ത് നാസികൾ നെതർലൻഡ് പിടിച്ചെടുത്തപ്പോൾ കോൾഫ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിലേക്ക് പോകുകയും അവിടെ മൗണ്ട് സീനായ് ഹോസ്പിറ്റലിൽ പ്രവേശിക്കുകയും ചെയ്തു. കിഡ്നി ട്രീറ്റ്മെന്റ് ഒരു ഹെൽത്ത് സർവീസ് ആക്കുക എന്ന ഉദ്ദേശത്തെ ആ ഹോസ്പിറ്റൽ എതിർത്തതിനെ തുടർന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുറച്ച് സഹപ്രവർത്തകരും ചേർന്ന് വേറൊരു സ്ഥലം കണ്ടെത്തി അവിടെ ട്രീറ്റ്മെന്റ് നടത്തി. അദ്ദേഹത്തിന്റെ താല്പര്യത്തിന്റെയും നിരന്തര പരീക്ഷണത്തിന്റെയും ഫലമായി 1950-കളിൽ മികവാർന്ന ഡയലൈസർ നിർമ്മിച്ചെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ആ ശ്രമം പൂർത്തിയായപ്പോൾ അടുത്ത 2 വർഷക്കാലത്തേക്ക് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉണ്ടായ 16 രോഗികളിൽ ഈ ആർട്ടിഫിഷ്യൽ കിഡ്നി ഉപയോഗിച്ച് അദ്ദേഹം ചികിത്സ നടത്തി. ഇതിൽ 11 മണിക്കൂർ സമയമെടുത്ത് ചെയ്ത 67 വയസ്സുള്ള ഒരു സ്ത്രീയുടെ ഡയാലിസിസ് മാത്രമാണ് വിജയകരമായതെങ്കിലും വിട്ടുകൊടുക്കാൻ അദ്ദേഹം തയ്യാറായിരുന്നില്ല. താൻ നിർമ്മിച്ച മെഷീന്റെ പോരായ്മകൾ പരിശോധിക്കുകയും അത് വീണ്ടും വീണ്ടും പുതുക്കിയെടുക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു. എങ്കിലും ഈ ഡിവൈസ് കൊണ്ട് അക്യൂട്ട് കിഡ്നി ഫെയിലിയർ ഉള്ള രോഗികളെ മാത്രമേ ചികിത്സിക്കാൻ സാധിച്ചുള്ളൂ. എൻഡ് സ്റ്റേജ് റീനൽ ഡിസീസ് അഥവാ ESRD പേഷ്യൻസിന്റെ പ്രശ്നങ്ങൾ അപ്പോഴും ബാക്കിയായിരുന്നു. അങ്ങനെ ഇരിക്കെയാണ് വാഷിംഗ്ടൺ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറായ ഡോക്ടർ ബെർഡിംഗ് സ്ക്രിപ്നർ ESRD പേഷ്യൻസിന് സഹായകരമാകും വിധം പുതിയൊരു രീതി അവലംബിച്ചത്. അത് മറ്റൊന്നുമായിരുന്നില്ല, ആർട്ടറിയും വെയിനും പ്ലാസ്റ്റിക് ട്യൂബ് ഉപയോഗിച്ച് ഡയലൈസറിലേക്ക് കണക്ട് ചെയ്യുക എന്നതായിരുന്നു. കൂടാതെ 1962 അദ്ദേഹം രോഗികൾക്കായി ആദ്യത്തെ ഔദ്യോഗിക ഡയാലിസിസ് ക്ലിനിക് തുടങ്ങി എന്നതായിരുന്നു. ക്രമേണ അദ്ദേഹം ഒരു പോർട്ടബിൾ ഡയാലിസിസ് മെഷീൻ രൂപീകരിച്ചെടുത്തു. അതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത വീട്ടിൽ തന്നെ ചികിത്സ ലഭ്യമാക്കാം എന്നതായിരുന്നു. 1973 കൂടി 40% ഡയാലിസിസ് രോഗികളും അവരുടെ ചികിത്സ വീട്ടിൽ തന്നെ ക്രമീകരിച്ചു. ഇന്ന് 90% അധികവും രോഗികൾ ഡയാലിസിസ് നടത്തുന്നത് ഡയാലിസിസ് സെന്ററുകളിലാണ്. ഇത്തരം സെന്ററുകളിൽ പെരിറ്റോണിയൽ ഡയാലിസിസ്, ഹോം ഹീമോ ഡയാലിസിസ് തുടങ്ങിയ നിരവധി സേവനങ്ങൾ ലഭ്യമാണ്.